ദൈവദാസനും കാലത്തിൻ മാതൃകയും യുവത്വത്തിൻ വഴികാട്ടിയുമാ കാർലോയെ പ്രാർത്ഥിക്കണേ. ജീവിതയാത്രയിൽ നിർമ്മലരായി ജീവിക്കാൻ ഞങ്ങൾ തൻ സുഹൃത്തായി നീ മാധ്യസ്ഥമേകിടണേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ തന്നെ അങ്ങേക്ക് പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ നിരവധിയായ പ്രാർത്ഥനകളും യാചനകളും അങ്ങേക്ക് സമർപ്പിക്കുന്നു. യുവജന സുഹൃത്തും മധ്യസ്ഥനുമായ കാർലോസ് അക്വിറ്റസിനെ വാഴ്ത്തപ്പെട്ടവനായി ഉയർത്തിയ അങ്ങയുടെ അനന്ത കാരുണ്യത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. വാഴ്ത്തപ്പെട്ട കാർലോയെ പോലെ ഞങ്ങളും ഞങ്ങളെ തന്നെ അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ സഹായിക്കണമേ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. ആമേൻ. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ. നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലത്തുഭാഗത്തുണ്ട്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. സകല തിന്മകളിലും നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളും. അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും. കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കുമാമേൻ. കാരുണ്യവാനും ആശ്വാസദായകനുമായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ആധുനിക കാലത്തിൻ്റെ സാഹചര്യങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ലോകമെങ്ങും ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ പ്രചരിപ്പിച്ച കാർലോയെ ഞങ്ങൾക്ക് മാതൃകയും മധ്യസ്ഥനുമായി നൽകിയല്ലോ. കാലത്തിൻ്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തി ദൈവരാജ്യത്തിന് സാക്ഷികളാകാൻ ഞങ്ങളെ സഹായിക്കണമേ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ. നാളെ നിങ്ങളുടെ ഇടയിൽ ഞാൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന് അരുളി ചെയ്ത ഈശോയെ, ഞങ്ങളുടെ ശരീരത്തെ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കാനും വിശുദ്ധിയുടെ പരിമളം ലോകമെങ്ങും പ്രസരിപ്പിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേകമായി ശാരീരിക അസ്വാസ്ഥ്യം അനുഭവിക്കുന്നവരെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. വേദനകളെ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് അങ്ങ് നൽകിയ രക്ഷ സ്വന്തമാക്കാൻ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. ആമേൻ. ശാരീരിക വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ
കാർലോ ഉപയോഗിച്ചിരുന്ന വിശുദ്ധ മിഖായേൽ മാലാഖയോടുള്ള പ്രാർത്ഥന നമുക്കിപ്പോൾ ഏറ്റുചൊല്ലാം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭോ, ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലങ്ങളിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂരഭരണത്തിൽ നിന്ന് രക്ഷിക്കാൻ വരണമേ. അങ്ങയെയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായി വണങ്ങുന്നത്. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ. ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാനദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. പിശാച് ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിന്റെ കരുണ വേഗം ഞങ്ങളുടെ മേലുണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതന്റെ മുമ്പിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളിത്താഴ്ത്തണമേ. അവൻ ഇനി ഒരിക്കലും ജനങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ. ആമേൻ. വിനയത്തിന്റെ മാതൃക നൽകി കാലിത്തൊഴുത്തിൽ പിറന്ന ഈശോയെ, അങ്ങേ അനുകരിച്ച് വിനയത്തിലും ദൈവഭയത്തിലും സമാധാനവും ശാന്തപൂർണവുമായ ജീവിതം നയിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ സൈബർ യുഗത്തിൽ കാർലോയെ പോലെ അങ്ങ് ഞങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്ന കഴിവുകളും താലന്തുകളും ദൈവരാജ്യത്തിനായി സന്തോഷപൂർവ്വം സമർപ്പിക്കുവാൻ അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. ആമേൻ. എഴുതി നരകുലരക്ഷകനാ മിശിഹാരാജൻ തന്മൊഴികൾ സുവിശേഷത്തിൻ തിരുഗ്രന്ഥം പരിശുദ്ധാത്മനിവേശത്താ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 16 1 മുതലുള്ള തിരുവചനങ്ങൾ. യേശു ശിഷ്യരോട് പറഞ്ഞു, ഒരു ധനവാൻ ഒരു കാര്യസ്ഥനുണ്ടായിരുന്നു. അവൻ സ്വത്ത് ദുർവ്യയം ചെയ്യുന്നുവെന്ന് യജമാനന് പരാതി ലഭിച്ചു. യജമാനൻ അവനെ വിളിച്ചു ചോദിച്ചു, നിന്നെപ്പറ്റി ഞാൻ കേൾക്കുന്നത് എന്താണ്? നിന്റെ കാര്യസ്ഥതയുടെ കണക്ക് ബോധിപ്പിക്കുക. മേലിൽ നീ കാര്യസ്ഥനായിരിക്കാൻ പാടില്ല. ആ കാര്യസ്ഥൻ ആത്മഗതം ചെയ്തു, യജമാനൻ കാര്യസ്ഥത എന്നിൽ നിന്ന് എടുത്തു കളയുന്നതിനാൽ ഞാൻ ഇനി എന്തു ചെയ്യും? കിളയ്ക്കാൻ എനിക്ക് ശക്തിയില്ല, ഭിക്ഷയാചിക്കാൻ ലജ്ജ തോന്നുന്നു. എന്നാൽ യജമാനൻ കാര്യസ്ഥത എന്നിൽ നിന്ന് എടുത്തു കളയുമ്പോൾ ആളുകൾ തങ്ങളുടെ വീടുകളിൽ എന്നെ സ്വീകരിക്കേണ്ടതിന് എന്തു ചെയ്യണമെന്ന് എനിക്കറിയാം. യജമാനനിൽ നിന്ന് കടം വാങ്ങിയവർ ഓരോരുത്തരെ അവൻ വിളിച്ചു. ഒന്നാമനോട് അവൻ ചോദിച്ചു, നീ എൻ്റെ യജമാനന് എന്തു കൊടുക്കാനുണ്ട്? അവൻ പറഞ്ഞു, 100 ബത്ത് എണ്ണ. അവൻ പറഞ്ഞു, ഇതാ നിന്റെ പ്രമാണം, എടുത്ത് 50 ബത്ത് എന്ന് തിരുത്തി എഴുതുക. അനന്തരം അവൻ മറ്റൊരുവനോട് ചോദിച്ചു, നീ എന്ത് കടപ്പെട്ടിരിക്കുന്നു? അവൻ പറഞ്ഞു, 100 കോർ ഗോതമ്പ്. അവൻ പറഞ്ഞു, നിന്റെ പ്രമാണം എടുത്ത് 80 കോർ എന്ന് തിരുത്തി എഴുതുക. കൗശലപൂർവ്വം പ്രവർത്തിച്ചതിനാൽ നീതിരഹിതനായ കാര്യസ്ഥനെ യജമാനൻ പ്രശംസിച്ചു. എന്തെന്നാൽ ഈ യുഗത്തിൻ്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ വെളിച്ചത്തിൻ്റെ മക്കളെക്കാൾ ബുദ്ധിശാലികളാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചു കൊള്ളുവിൻ. അത് നിങ്ങളെ കൈവെടിയുമ്പോൾ അവർ നിങ്ങളെ നിത്യകൂടാരങ്ങളിൽ സ്വീകരിക്കും. ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിലും വിശ്വസ്തനായിരിക്കും. ചെറിയ കാര്യത്തിൽ അവിശ്വസ്തൻ വലിയ കാര്യത്തിലും അവിശ്വസ്തനായിരിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാഴ്ത്തപ്പെട്ട കാർലോസ് അക്വിറ്റസിൻ്റെ നൊവേന ചൊല്ലി മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന ഈ നാളുകളിൽ ഈ കാലഘട്ടത്തെപ്പറ്റി ധ്യാനിക്കാനും പ്രാർത്ഥനയുടെ വിഷയമാക്കാനും ഇന്നത്തെ തിരുവചനം നമ്മളെ ക്ഷണിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് ഈ കാലഘട്ടത്തെപ്പറ്റി ഒരുപാട് പേർ ആകുല ചിത്തരാണ്. പ്രത്യേകിച്ച് വിശുദ്ധ ജീവിതം നയിക്കാനും ദൈവസ്നേഹത്തിൽ ആഴപ്പെടാനും ആഗ്രഹിക്കുന്ന പലരും ഈ കാലഘട്ടത്തെപ്പറ്റി ഒത്തിരി ആകുലപ്പെടാറുണ്ട്. കാരണം ചുറ്റുപാട് നോക്കുമ്പോൾ തിന്മയുടെ ശക്തി വർദ്ധിച്ചു വരുന്നതായും സാത്താൻ്റെ സ്വാധീന വലയം ശക്തിപ്പെടുന്നതായുമുള്ളൊരു തോന്നൽ പലപ്പോഴും നമുക്കുണ്ടാകാറുണ്ട്. ഏറ്റവും പ്രത്യേകമായി സൈബർ വേൾഡിൽ, സൈബർ ലോകത്ത് ഈ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് ശക്തമായി കടന്നു വരാറുണ്ട്. ഒരുപാട് നല്ല കാര്യങ്ങൾ പങ്കുവയ്ക്കാനും നന്മ പകർന്നു കൊടുക്കാനും ഒരുപാട് സാധ്യതയുള്ള ഒരു മേഖലയായിരിക്കെ തന്നെ ഈ സൈബർ ലോകം ചിലപ്പോഴെങ്കിലും
ഒരു പരിധിവരെ തിന്മ പ്രചരിപ്പിക്കാനുള്ള ഒരു ഉപകരണമായി മാറ്റപ്പെടുന്നു എന്നുള്ളത് നമ്മളെ ആകുലചിത്തരാക്കുന്നുണ്ട്. ഇത് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ യുവജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം എഴുതിയ അപ്പസ്തോലിക പ്രബോധനമായ ക്രിസ്തുസ് വിവിത്ത് എന്ന സിനഡാനന്തര അപ്പസ്തോലിക പ്രബോധനത്തിൽ ഈ ഒരു റിസ്കിനെ പറ്റി പാപ്പ പറയുന്നുണ്ട്. സൈബർ വേൾഡിൻ്റെ റിസ്കിനെ പറ്റി പാപ്പ പറഞ്ഞതിന് ശേഷം പാപ്പ ഇങ്ങനെ പറയും, ഇങ്ങനെയൊക്കെ റിസ്കുകൾ ഉണ്ടെങ്കിലും ഈ ഒരു കാലഘട്ടത്തിൽ ഈ റിസ്കുകൾ ഏറ്റെടുത്തുകൊണ്ട് ബുദ്ധിപരമായും സൃഷ്ടിപരമായും ഈ പ്രതിസന്ധികളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ ശക്തരായ അനേകം യുവജനങ്ങൾ ഇന്നുണ്ട് എന്ന് പാപ്പ പറയുന്നുണ്ട്. എന്നിട്ട് മാതൃകയായിട്ട് ഉദാഹരണമായിട്ട് പാപ്പ പറയുന്നത് കാർലോസ് അക്വിറ്റസിനെയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ, സംവിധാനങ്ങൾ എത്രയധികം തിന്മ നിറഞ്ഞതാണെങ്കിലും അതിനെ കൈകളിലെടുത്തുകൊണ്ട് ധീരതയോടെ നന്മ പ്രഘോഷിക്കാനുള്ള ഒരു ഉപകരണമാക്കി മാറ്റാനുള്ള ധീരതയാണ് കാർലോസ് അക്വിറ്റസ് ഇന്ന് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. അതാണ് തിരുവചനത്തിൽ നമ്മൾ ഇന്ന് ഇങ്ങനെ വായിച്ച് കേൾക്കുന്നുണ്ട്. ഈ യുഗത്തിന്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ വെളിച്ചത്തിന്റെ മക്കളെക്കാൾ ബുദ്ധിശാലികളാണ്. കാർലോസ് അക്വിറ്റസ് ബുദ്ധിശാലിയായിരുന്നു, ഒരു ഭോഷനായിരുന്നില്ല. സൈബർ ലോകത്തിന്റെ കെണികളിൽ വീണു പോകുന്ന ഒരു ഭോഷനാവാതെ അതിനെ കൈകളിലെടുത്ത് ബുദ്ധിപരമായും സൃഷ്ടിപരമായും എങ്ങനെ ക്രിസ്തുവിനെ പ്രഘോഷിക്കണമെന്നറിയാമായിരുന്ന ബുദ്ധിശാലിയായിരുന്നു അക്വിറ്റസ്. അതുകൊണ്ടാണ് അദ്ദേഹം വിശുദ്ധനായത്. പിന്നീട് വചനം പറയുന്നുണ്ട്, അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചുകൊള്ളുവിൻ, അത് നിങ്ങളെ കൈവെടിയുമ്പോൾ അവർ നിങ്ങളെ നിത്യകൂടാരങ്ങളിൽ സ്വീകരിക്കും. അധാർമികമായ കാര്യങ്ങൾ കാണുമ്പോൾ, തിന്മ നിറഞ്ഞ സാഹചര്യങ്ങൾ കാണുമ്പോൾ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, അതിനെ പേടിച്ചോടുകയല്ല, അതെടുത്ത് ഉപയോഗിക്കുകയും അനേകം ആത്മാക്കളെ നേടാൻ, സ്വർഗത്തിൽ സ്നേഹിതരെ സമ്പാദിക്കാനുള്ള ഒരവസരമാക്കി അതിനെ മാറ്റുമ്പോൾ അവർ നിത്യകൂടാരങ്ങളിൽ നമ്മളെ കാത്തിരിക്കുകയും നമ്മളെ സ്വീകരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തിന്മയെ ഭയപ്പെട്ട് ഓടേണ്ടവനല്ല ക്രിസ്ത്യാനി എന്ന് കാർലോസ് അക്വിറ്റസിൻ്റെ ഈ നൊവേന ദിനങ്ങളിൽ തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരം സാഹചര്യങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവയെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ സ്നേഹിതരെ നേടാൻ, സ്വർഗത്തിൽ ആത്മാക്കളെ നേടാൻ, അങ്ങനെ വിശുദ്ധിയിലേക്ക് വളരാൻ ഇന്നത്തെ തിരുവചനം നമ്മളെ ക്ഷണിക്കുന്നു. അക്വിറ്റസ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശുദ്ധൻ്റെ വാഴ്ത്തപ്പെട്ട കാർലോസ് അക്വിറ്റസിൻ്റെ മാതൃക തേടിക്കൊണ്ട് നമുക്ക് തുടർന്ന് പ്രാർത്ഥിക്കാം. ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്ന ഈശോയെ ധ്യാനിച്ചുകൊണ്ട്, യുവാവായ ഈശോയെ ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യുവാവായ ഈശോയെ ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. കാണാതായ ആടിനെ തേടിയിറങ്ങിയ നല്ലവനായ ഈശോയെ, യുവാവായ ഈശോയെ ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. ലോകത്തിന്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമാകുവാൻ ഞങ്ങളെ വിളിച്ച ഈശോയെ, യുവാവായ ഈശോയെ ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവാൻ ആഹ്വാനം ചെയ്ത ഈശോയെ, യുവാവായ ഈശോയെ ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. സുവിശേഷത്തിലെ ഈശോയെ അനുകരിച്ച് ഞങ്ങളും വിശുദ്ധി പ്രാപിക്കുവാൻ, യുവാവായ ഈശോയെ ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. സുവിശേഷ തീഷ്ണതയാൽ ഞങ്ങളുടെ യുവജനങ്ങൾ നിറയുവാൻ, യുവാവായ ഈശോയെ ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ യുവജനങ്ങൾ ശരിയായ ജീവിതാന്തസ്സുകൾ തിരഞ്ഞെടുക്കുവാൻ, യുവാവായ ഈശോയെ ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ യുവജനങ്ങളിൽ നിന്ന് ധാരാളം ദൈവവിളികൾ ഉണ്ടാകുവാൻ, യുവാവായ ഈശോയെ ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. ജീവിത സാഹചര്യങ്ങളിൽ അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാൻ, യുവാവായ ഈശോയെ ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. തങ്ങളുടെ കഴിവുകൾ സുവിശേഷത്തിന്റെ പുരോഗതിക്കായി പ്രയോജനപ്പെടുത്തുവാൻ, യുവാവായ ഈശോയെ ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ യുവജനങ്ങൾ ശാരീരികവും ആധ്യാത്മികവുമായ വിശുദ്ധിയിൽ ജീവിക്കുവാൻ, യുവാവായ ഈശോയെ ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. തെറ്റായ ബന്ധങ്ങളിൽ നിന്നും ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും, യുവാവായ ഈശോയെ ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. തെറ്റായ പ്രബോധനങ്ങളിൽ നിന്നും പരിശീലനങ്ങളിൽ നിന്നും, യുവാവായ ഈശോയെ ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. ക്രോധം, ദേഷ്യം മുതലായ അശുദ്ധികളിൽ നിന്നും, യുവാവായ ഈശോയെ ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഈ ലോകത്തിൽ ഇപ്പോൾ അർപ്പിക്കുന്ന എല്ലാ വിശുദ്ധ കുർബാനകളോടും ചേർത്ത് കർത്താവിൻ്റെ കാൽവരി ബലി മുതൽ ഇപ്പോൾ വരെ ഈ ലോകത്തിൽ അർപ്പിക്കപ്പെട്ട എല്ലാ വിശുദ്ധ കുർബാനകളോടും ചേർത്ത് ഇപ്പോൾ മുതൽ കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനം വരെ ഈ ലോകത്തിൽ അർപ്പിക്കപ്പെടാനിരിക്കുന്ന എല്ലാ ദിവ്യബലികളുടെയും അഭിഷേകത്തോട് ചേർത്ത് നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ നീക്കുവാമേൻ. ലോകരക്ഷകനായ ഈശോയെ, വാഴ്ത്തപ്പെട്ട കാർലോയെ ഞങ്ങൾക്ക് മാതൃകയും തുണയുമായി നൽകിയല്ലോ.
ദിവ്യകാരുണ്യത്തെ സ്നേഹിക്കുകയും അവനായി സ്വയം സമർപ്പിക്കുകയും ചെയ്തുകൊണ്ട് ജീവിതത്തിലെ സഹനങ്ങളും വേദനകളും രക്ഷാകരമാക്കിയ അങ്ങയുടെ ദാസനെ അനുകരിച്ച് ലോകത്തിൻ്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമാകുവാനുള്ള ഞങ്ങളുടെ വിളിയോട് പൂർണ്ണമായി വിധേയപ്പെടാനും അനേകരെ രക്ഷയിലേക്ക് നയിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. ജപം. വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ, വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ, ഞങ്ങളങ്ങേ വിശ്വസിക്കുന്നു, ഞങ്ങളങ്ങേ വിശ്വസിക്കുന്നു, സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, പ്രഖ്യാപിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ, വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ, ഞങ്ങളങ്ങേ വിശ്വസിക്കുന്നു, സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, പ്രഖ്യാപിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ, വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ, ഞങ്ങളങ്ങേ വിശ്വസിക്കുന്നു, സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, പ്രഖ്യാപിക്കുന്നു. ചൊല്ലിത്തരുന്ന പ്രാർത്ഥനകൾ നമുക്കൊന്നിച്ച് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. സൈബർ അപ്പസ്തോലനായ കാർലോയെ, ഈശോ നൽകിയ താലന്തുകളെ ചെറുപ്രായത്തിൽ തന്നെ വർദ്ധിപ്പിക്കുകയും ദിവ്യകാരുണ്യ ഭക്തിയിലും മാതൃഭക്തിയിലും അടിയുറച്ച് ജീവിക്കുകയും ചെയ്ത അങ്ങ് സൈബർ ലോകത്തിൽ ഞങ്ങളുടെ മധ്യസ്ഥനും തുണയുമാകണമേ. സമൂഹ മാധ്യമങ്ങളെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാനും മാധ്യമ മേഖലകളിൽ ഒളിഞ്ഞിരിക്കുന്ന എല്ലാ തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കുവാനും സഭയ്ക്കും സമൂഹത്തിനും ഉപകാരപ്പെടുന്ന രീതിയിൽ അവയെ ഉപയോഗിക്കാനും വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കണമേ. പ്രത്യേകമായി തിരുസഭയെയും സഭാ ശുശ്രൂഷകളെയും വേട്ടയാടുന്ന എല്ലാ മാധ്യമങ്ങളിൽ നിന്നും വിവേകപൂർവ്വം അകന്നു നിൽക്കുവാനും ഇരുളടഞ്ഞ മാധ്യമവീതിയിൽ സത്യത്തിന്റെ പ്രകാശമായി കത്തിജ്വലിക്കുവാനും ഞങ്ങളുടെ യുവജനങ്ങളെ ശക്തരാക്കണമേ. ഞങ്ങളുടെ യുവജനങ്ങളെ തെറ്റായ സ്നേഹബന്ധങ്ങളിൽ നിന്നും ജഡികാഭിലാഷങ്ങളിൽ നിന്നും തെറ്റായ കൂട്ടുകെട്ടുകളിൽ നിന്നും പിന്തിരിയുവാൻ വേണ്ട കൃപ അങ്ങ് ഈശോയുടെ മധ്യസ്ഥം വഹിക്കണമേ. ഈശോ വസിക്കുന്ന ആലയമായ ഞങ്ങളുടെ ശരീരത്തെ നിർമ്മലവും വിശുദ്ധവുമായി കാത്തു സൂക്ഷിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. പാവങ്ങളോടും അനാഥരോടും അനുകമ്പ കാട്ടുവാനും മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതി ബഹുമാനിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേകമായി തിരുസഭയുടെ എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുസഭയെ അധികമായി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത കാർലോയെ സഭയുടെ എല്ലാ നവമാധ്യമ പ്രവർത്തനങ്ങൾക്കും മധ്യസ്ഥമേകണമേ. ഞങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്ന ഈ പ്രാർത്ഥനകളിന്മേലും അങ്ങേ ശക്തമായ മാധ്യസ്ഥം ഞങ്ങൾ തേടുന്നു. 21-ാം നൂറ്റാണ്ടിന്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തി ദിവ്യകാരുണ്യ ഭക്തി അനേകരിലേക്ക് എത്തിച്ച കാർലോയെ ഞങ്ങളും അങ്ങേ മാതൃക അനുകരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഇടയാക്കണമേ. ആമേൻ. ഞങ്ങളെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന നല്ല ദൈവമേ, ലോകമാസകലമുള്ള യുവജനങ്ങളെ അങ്ങേ പരിപാലനയ്ക്കായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ യുവജനങ്ങളിൽ നിന്ന് ധാരാളം ദൈവവിളികൾ ഉണ്ടാകുവാനും വിവാഹ തടസ്സങ്ങൾ മാറുവാനും തങ്ങളുടെ ജീവിതാന്തസ്സിൽ വിശ്വസ്തരായിരിക്കാനും അങ്ങ് അവരിൽ നിക്ഷേപിച്ചിരിക്കുന്ന നിരവധിയായ കഴിവുകളും താലന്തുകളും വിശുദ്ധമായി കണ്ടവയെ വർദ്ധിപ്പിക്കാനും കൃപയരുളണമേ. സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കി തങ്ങളുടെ ജീവിതം കെട്ടിപ്പടുക്കുവാൻ നവസുവിശേഷവൽക്കരണത്തിൻ്റെ വക്താക്കളാകാൻ അവരെ അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ രക്ഷകനും പരിപാലകനുമായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ജീവിതയാത്രയിൽ കാർലോയുടെ മധ്യസ്ഥം ഞങ്ങൾക്ക് അഭയവും തുണയുമാകട്ടെ. പ്രത്യേകമായി ഈ നൊവേനയിൽ സമർപ്പിച്ച പ്രാർത്ഥനകളും യാചനകളും ദയാപൂർവം സ്വീകരിക്കണമേ. ലോകയാത്രയിൽ വിശുദ്ധിയിൽ ആഴപ്പെടാനും ജീവിതവിശുദ്ധിയും ആത്മനിയന്ത്രണവും വഴി അങ്ങ് പകർന്നു തന്ന നിത്യരക്ഷ സ്വന്തമാക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദിവ്യകാരുണ്യനാഥനായ ഈശോ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പ്രതിസന്ധികളിലും വേദനകളിലും നമ്മുടെ അഭയവും തുണയുമാകട്ടെ. പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും പ്രാർത്ഥനകൾ നമ്മോടൊപ്പം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ.
ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വാഴ്ത്തപ്പെട്ട കാർലോയേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. വാഴ്ത്തപ്പെട്ട കാർലോയേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ.